trigonometry functions part 5. Part 4ൽ നമ്മൾ 3 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ പ്രോപ്പർട്ടീസ് 4, 5, 6 3 പ്രോപ്പർട്ടീസും കൂടി നമ്മൾ പുതിയതായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ പാർട്ട് 4 വീഡിയോ കണ്ടിട്ട് അതിലെ 3 പ്രോപ്പർട്ടീസ് നന്നായിട്ട് പഠിക്കണം. അതിനുശേഷം ഈ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് തുടങ്ങുന്നതിനേക്കാളും മുമ്പേ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. What is sin inverse 1/2 plus cos inverse 1/2? അപ്പോൾ നമുക്കറിയാം sin inverse 1/2. Sin is opposite side by hypotenuse pi by 6. Sin inverse 1/2 is pi by 6 plus cos inverse 1/2. Adjacent side by hypotenuse, so pi by 3. Pi by 6 plus pi by 3. That is equal to pi plus 2 pi by 6, 3 pi by 6. That is 3 pi by 6 pi by 2. So answer is pi by 2. Sin inverse root 3 by 2 plus cos inverse root 3 by 2. Sin inverse root 3 by 2 is pi by 3 plus cos inverse root 3 by 2 is pi by 6. So we get pi by 2. Sin inverse 1 plus cos inverse 1. We know that sin pi by 2 is 1. So sin inverse 1 is pi by 2. Cos 0 is 1. So cos inverse 1 is 0. Pi by 2 plus 0 is pi by 2. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് എന്താ കിട്ടിയത്? ആൻസർ പൈ ബൈ 2 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2. ഇവിടെ എടുത്ത വാല്യൂ സെയിം വാല്യൂ ആണ്. സൈൻ ഇൻവേഴ്സ് റൂട്ട് 3/2 പ്ലസ് കോസ് ഇൻവേഴ്സ് റൂട്ട് 3/2. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? അതായത് സൈൻ ഇൻവേഴ്സ് എ പ്ലസ് കോസ് ഇൻവേഴ്സ് എ ഈക്വൽ ടു പൈ ബൈ 2 ആകുമോ? ഇതാണ് ചോദ്യം. ഓക്കെ. ഇതാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി. അതായത് പ്രോപ്പർട്ടി 4 സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ഇവിടെ ഇരിക്കുന്ന ഈ വാല്യൂ തന്നെയാണ് ഇവിടെയും എടുക്കേണ്ടത്. ഓക്കെ. പ്രോപ്പർട്ടി 4 സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. കൊസീക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. Proof. Sin inverse x plus cos inverse x equal to pi by 2 in the interval x belongs to closed interval -1, 1. This result holds for all x belongs to closed interval -1, 1. Tan inverse x plus cot inverse x equal to pi by 2 for all x belongs to R. Cosec inverse x plus sec inverse x equal to pi by 2 for modulus of x greater than or equal to 1 or x belongs to R minus open interval -1, 1. ഈ 3 റിസൾട്ടാണ് ഇവിടെ ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. ഇതിൽ ആദ്യത്തെ റിസൾട്ടാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻറ്റർവൽ -1, 1. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇതിനെ y ആയിട്ട് എടുക്കണം. സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു y. സോ ദിസ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു സൈൻ വൈ. എക്സ് ഈക്വൽ ടു സൈൻ വൈ. ഇനി നമുക്കിവിടെ കോസ് ടേം വരണം. സോ റൈറ്റ് ദിസ് സൈൻ വൈ ആസ് കോസ് പൈ ബൈ 2 മൈനസ് വൈ. We know that cos pi by 2 minus y is sin y. So we get x equal to cos pi by 2 minus y. Now this equation implies cos inverse of x. Okay, cos inverse of x endu kittum pi by 2 minus y. Now take this minus y to LHS. We get y plus cos inverse of x equal to pi by 2. Y plus cos inverse of x equal to pi by 2. Now what is y? Y equal to sin inverse x. So we have sin inverse x plus cos inverse x equal to
2 for all x belongs to closed interval minus 1 1. ഇതേപോലെ തന്നെ സെക്കൻഡ്, അതായത് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 നമുക്ക് പ്രൂവ് ചെയ്യാം. അവിടെയും നമ്മൾ ചെയ്യേണ്ടത് tan ഇൻവേഴ്സ് എക്സിനെ y ആയിട്ട് എടുക്കുക, ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ മതി. കോട്ട് ഓഫ് പൈ ബൈ 2 മൈനസ് വൈ ഇസ് ടാൻ വൈ. കോട്ട് ടാൻജന്റ് ആണ് കോട്ട്. മൂന്നാമത്തേതിൻ്റെയും പ്രൂഫ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ y ആയിട്ട് എടുക്കുക, സീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് ഇസ് കൊസീക്ക് എക്സ്. ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു, ടാൻ ഇൻവേഴ്സ് മൈനസ് 1 പ്ലസ് കോട്ട് ഇൻവേഴ്സ് മൈനസ് 1 ഈക്വൽ ടു, നമുക്ക് ഡയറക്റ്റ് ആൻസർ പൈ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് നമുക്ക് പൈ ബൈ 2 എന്ന് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതിനൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. വി നോ ദാറ്റ് ടാൻ പൈ ബൈ 4 ഇസ് 1, പക്ഷെ ഇവിടെ മൈനസ് 1 ആണെന്നുള്ളത്. മൈനസ് വരുന്ന സമയത്ത് ടാൻ വരുന്നത് 4th ക്വാഡ്രന്റിലാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് 4th ക്വാഡ്രന്റിൽ വരും. സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ് ഇവിടെയാണ് വരുന്നത്. അതായത് മൈനസ് പൈ ബൈ 2 എക്സിന് നെഗറ്റീവ് വരുമ്പോൾ ടാൻ വന്നാൽ മൈനസ് തീറ്റ എടുക്കുക. അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് -1 ഈക്വൽ ടു -π/4. കോട്ട് ഇൻവേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് എക്സിന് നെഗറ്റീവ് വന്നാൽ നമ്മൾ എടുക്കേണ്ടത് പൈ മൈനസ് തീറ്റ. ഇപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 കണ്ടുപിടിക്കാം. കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 ഇസ് π/4. കോട്ട് ഇൻവേഴ്സ് ഓഫ് -1 ഈക്വൽ ടു പൈ മൈനസ് π/4. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ, ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ പൈ മൈനസ് തീറ്റ എടുക്കണം. എക്സിന് നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ മൈനസ് തീറ്റ എടുക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് -1 ഇസ് -π/4. കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 ഇസ് π/4. കോട്ട് ഇൻവേഴ്സ് ഓഫ് -1 ഇസ് പൈ മൈനസ് π/4. അപ്പോൾ ഈ വാല്യൂ വരുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് -1 പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -1 ഈക്വൽ ടു -π/4 plus pi minus π/4, that is equal to pi minus 2π/4, that is pi minus π/2, which is equal to pi/2. അപ്പോൾ നമുക്ക് ആൻസർ π/2 തന്നെ കിട്ടും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് റിയൽ നമ്പർ ആയാലും നമുക്ക് π/2 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ആൻസർ എഴുതാം. ടാൻ ഇൻവേഴ്സ് -√3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് -√3 ഈക്വൽ ടു π/2. ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ ഈക്വൽ ടു π/2 ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് വൈ പ്ലസ് സീക്ക് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു π/2 ഫോർ മോഡുലസ് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ജിയോജിബ്ര ഫയൽ എടുത്തിട്ടുണ്ട്. അതിൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടി 4ൻ്റെ വെരിഫിക്കേഷനാണിത്. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, റെഡ് കളർ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്, ഗ്രീൻ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഇനി ഞാൻ ഈ രണ്ട് ഫങ്ഷൻസ് ആഡ് ചെയ്യാൻ പോവാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഈ കിട്ടുന്നതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും ഹൈഡ് ചെയ്ത് വെച്ചു. ഇപ്പോൾ കാണുന്ന ഈ ഗ്രാഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. y ഈക്വൽ ടു π/2. So we have sin inverse x plus cos inverse x equal to π/2. Cosec inverse x ന്റെ ഗ്രാഫാണിത്. sec inverse x ന്റെ ഗ്രാഫ് ഗ്രീൻ കളർ. Cosec inverse x നമ്മൾ ജിയോജിബ്രയിൽ കൊടുക്കുമ്പോൾ ഇൻപുട്ട് ബാറിൽ a sin 1/x കൊടുക്കണം. sec inverse x കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ബാറിൽ എൻ്റർ ചെയ്യേണ്ടത് a cos 1/x. ഓക്കെ, അതാണ് ഇവിടെ സൈൻ ഇൻവേഴ്സ് 1/x കോസ് ഇൻവേഴ്സ് 1/x വരുന്നത്. സൈൻ ഇൻവേഴ്സ് 1/x ഇസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് 1/x ഇസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ രണ്ട് ഫങ്ഷൻസ് ആഡ് ചെയ്തു. സൈൻ ഇൻവേഴ്സ് 1/x പ്ലസ് കോസ് ഇൻവേഴ്സ് 1/x. അപ്പോൾ വരുന്ന ഗ്രാഫ് നോക്കി, ഈ സ്ട്രെയിറ്റ് ലൈന് കിട്ടും. പക്ഷേ ഇവിടെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ബാക്കി രണ്ടെണ്ണം ഹൈഡ് ചെയ്ത് വെക്കുവാണ്. സൈൻ ഇൻവേഴ്സ് 1/x പ്ലസ് കോസ് ഇൻവേഴ്സ് 1/x, അതായത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണിത്. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ y വാല്യൂ π/2,
കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് y ഈക്വൽ ടു പൈ ബൈ 2. അതായത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ഫോർ എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻറ്റർവൽ മൈനസ് 1 1 ഓർ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമേ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ആവുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എടുക്കണം. കോട്ട് ഇൻവേഴ്സ് എക്സിനെ വരയ്ക്കാൻ പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എടുക്കണം. നമ്മൾ അതിന് പകരം കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ വരയ്ക്കാൻ എടുത്ത പോലെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? എ സൈൻ 1 ബൈ എക്സ് എടുത്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടിനെ വരയ്ക്കുന്ന സമയത്ത് എ ടാൻ 1 ബൈ എക്സ് എടുത്തു കഴിഞ്ഞാൽ അതും കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും രണ്ടും 2 ഗ്രാഫായിട്ട് കിട്ടും. കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ എടുക്കേണ്ടത് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, ബിക്കോസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. y ഈക്വൽ ടു പൈ ബൈ 2. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ആഡ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഈ കാണുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. സോ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. നമ്മളിപ്പോൾ 3 റിസൾട്ടുകളാണ് ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്തത്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. x belongs to closed interval minus 1 1. Cosec inverse x plus sec inverse x equal to pi by 2 for all modulus of x greater than or equal to 1. Tan inverse x plus cot inverse x equal to pi by 2 for all x belongs to R. പ്രോപ്പർട്ടി 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ്. ഒരുപാട് പ്രാവശ്യം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. Tan inverse x plus tan inverse y equal to tan inverse of x plus y divided by 1 minus xy. Second one, tan inverse x minus tan inverse y equal to tan inverse of x minus y divided by 1 plus xy. Okay, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൂഫ് നന്നായിട്ട് പഠിച്ചു വെക്കണം. ആദ്യത്തിൻ്റെ പ്രൂഫാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൂഫ്: take tan inverse x equal to a and tan inverse y equal to b. Now from first equation, what is x? X equal to tan a. From second equation, y equal to tan b. Y equal to tan b. Now consider tan of a plus b. First year നമ്മൾ equation പഠിച്ചിട്ടുണ്ട് tan x plus y. What is tan x plus y? Tan x plus tan y divided by 1 minus tan x tan y. So tan a plus b equal to tan a plus tan b divided by 1 minus tan a tan b. Tan a equal to x, tan b equal to y, 1 minus xy. So a plus b equal to tan inverse of x plus y divided by 1 minus xy. Now a is tan inverse x, b is tan inverse y. So we get tan inverse x plus tan inverse y equal to tan inverse of x plus y divided by 1 minus xy. Property നന്നായിട്ട് പഠിച്ചു വെക്കാം. Now second one, tan inverse x minus tan inverse y equal to tan inverse of x minus y divided by 1 plus xy. ഇതിൻ്റെ പ്രൂഫും കൂടി നമുക്ക് ചെയ്യാം. സിമിലർ ആയ പ്രൂഫാണ്. Take tan inverse x equal to a, tan inverse of y equal to b. So x equal to tan a, y equal to tan b. Tan of a minus b. Equation നമുക്കറിയാം tan a minus tan b divided by 1 plus tan a tan b.
Now this is equal to tan A is x, tan B is y divided by 1 plus x into y. So A minus B equal to tan inverse of x minus y divided by 1 plus xy. And we know that A is tan inverse x. So we have tan inverse x plus tan inverse y equal to tan inverse of x minus y divided by 1 plus xy. Hence the proof. Property 6. First one, 2 tan inverse x equal to sin inverse of 2x divided by 1 plus x square. 2 tan inverse x equal to cos inverse of 1 minus x square divided by 1 plus x square. Third one, 2 tan inverse x equal to tan inverse of 2x divided by 1 minus x square. Now first equation holds when modulus of x less than 1. Second one for x greater than or equal to 0. And third one for minus 1 less than x less than 1. നമുക്ക് മൂന്നിന്റെയും proof നോക്കാം. First one, 2 tan inverse x equal to sin inverse of 2x divided by 1 plus x square modulus of x less than or equal to 1. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. sin 2x equal to 2 tan x divided by 1 plus tan square x. എക്സിന് പകരം y കൊടുത്തു കഴിഞ്ഞാൽ sin 2y equal to 2 tan y divided by 1 plus tan square y. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഈ റിസൾട്ട് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പ്രൂഫ് കണ്ടുപിടിക്കുന്നത്. പ്രൂഫ്, take tan inverse x equal to y. This implies x equal to tan y. So sin inverse of 2x divided by 1 plus x square equal to sin inverse of 2x is tan y divided by 1 plus tan square y. And 2 tan y divided by 1 plus tan square y is sin 2y. So this is equal to sin inverse of sin 2y. That is equal to 2y. That is equal to 2 tan inverse x. So we have 2 tan inverse x equal to sin inverse of 2x divided by 1 plus x square. Now second one, 2 tan inverse x equal to cos inverse of 1 minus x square by 1 plus x square. Proof, let tan inverse x equal to y. So x equal to tan y. Now cos inverse of 1 minus x square divided by 1 plus x square equal to cos inverse of 1 minus tan square y divided by 1 plus tan square y. And we know that cos 2x is 1 minus tan square x divided by 1 plus tan square x. So cos 2y, first year പഠിച്ച equation ആണ് ഇത്. Cos 2y equal to 1 minus tan square y divided by 1 plus tan square y. So this is equal to cos 2y. So we have cos inverse of cos 2y, that's equal to 2y, that's equal to 2 tan inverse x. So we have 2 tan inverse x equal to cos inverse of 1 minus x square divided by 1 plus x square. Now third one, 2 tan inverse x equal to tan inverse of 2x divided by 1 minus x square. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഇക്വേഷൻ ആണ്. tan 2x equal to 2 tan x divided by 1 minus tan square x. Replacing x by y, tan 2y equal to 2 tan y divided by 1 minus tan square y. എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. tan inverse x നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് proof. Tan inverse x equal to y. So x equal to tan y. Tan inverse of 2x divided by 1 minus x square equal to tan inverse of 2 tan y divided by 1 minus tan square y. That is equal to tan inverse of tan 2y, which is equal to 2y. That is equal to 2 tan inverse x. So we have 2 tan inverse x equal to tan inverse of 2x divided by 1 minus x square. അപ്പോൾ മൂന്ന് റിസൾട്ടിൻ്റെയും പ്രൂഫ് ഒരുപോലെയാണ്. tan inverse xന് y കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ഇതുപോലെ ഇരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 3 പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. ഈ 3 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ്
cos of sec inverse x plus cosec inverse x. We know that sec inverse x plus cosec inverse x ഇതിന്റെ വാല്യൂ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് that is equal to pi by 2. So cos of equal to cos pi by 2 and cos pi by 2 equal to 0. So answer is 0. Now second one, find the value of cot tan inverse a plus cot inverse a. What is value of tan inverse a plus cot inverse a? Tan inverse a plus cot inverse a is equal to pi by 2. Cot of tan inverse a plus cot inverse a equal to cot of pi by 2. Cot pi by 2 is cos pi by 2 divided by sin pi by 2. And we know that cos pi by 2 equal to 0, sin pi by 2 1. So answer is 0. Third one, find the value of tan inverse 1 plus cos inverse minus 1 by 2 plus sin inverse minus 1 by 2. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ അവസാനത്തെ രണ്ട് ടേംസ് കമ്പൈൻ ചെയ്യുക. Now this is of the form sin inverse x plus cos inverse x. And we know that sin inverse x plus cos inverse x equal to pi by 2. So this is equal to tan inverse 1 plus pi by 2. Now what is tan inverse 1? Tan pi by 4 is 1. So tan inverse of 1 is pi by 4. So pi by 4 plus pi by 2. Take denominator 4. Pi plus 2 pi. So answer is 3 pi by 4. ഇതൊക്കെ നോട്ടിൽ നന്നായിട്ട് എഴുതിയിട്ട് എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. Exercise 2.1 third problem ആണ്. Prove that tan inverse 2 by 11 plus tan inverse 7 by 24 equal to tan inverse 1 by 2. ഈ ടൈപ്പ് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാ? We know that tan inverse x plus tan inverse y equal to tan inverse of x plus y divided by 1 minus xy. ഈ റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് tan inverse 2 by 11 plus tan inverse 7 by 24. That is equal to tan inverse of x plus y divided by 1 minus xy. That's equal to tan inverse of 11 into 24 is 264. 48 plus 77 divided by 264 minus 2 into 4 is 14 divided by 264. So that is equal to tan inverse of 48 plus 77 125. 264 cancel ചെയ്തു പോകും. 264 minus 14 is 250. That is tan inverse of 1 by 2. Okay, 125 cancel ചെയ്യണം. So we get tan inverse 1 by 2. Hence the proof. Exercise 2.2 നാലാമത്തെ പ്രോബ്ലം ആണ്. 2 tan inverse 1 by 2 plus tan inverse 1 by 7 equal to tan inverse 31 by 70. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ tan inverse x plus tan inverse y equal to tan inverse x plus y divided by 1 minus y. അതുകൂടാണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഫസ്റ്റ് ടേം 2 tan inverse 1 by 2 അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഇക്വേഷനും കൂടി ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. 2 tan inverse x equal to tan inverse of 2x divided by 1 minus x square. ഓക്കെ, ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യണം. അതായത് 2 tan inverse 1 by 2 equal to tan inverse 1 by 2 plus tan inverse 1 by 2. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. അതിനുശേഷം ഒന്നും കൂടി രണ്ടാമത്തെ പ്രാവശ്യം കൂടി സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യും. 2 tan inverse x equal to tan inverse 2x divided by 1 minus x square. So first term is tan inverse of 2x, x is 1 by 2 divided by 1 minus x square. 1 by 2 square is 1 by 4. രണ്ടാമത്തെ ടേം അതുപോലെ എഴുതണം, അതിനൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇവിടെ tan inverse 2 ക്യാൻസൽ ചെയ്ത് പോകും. 1 divided by 1 minus 1 by 4 is 3 by 4 plus tan inverse 1 by 7. So this is equal to tan inverse of 1 divided by 3 by 4 is 4 by 3 plus tan inverse 1 by 7. അപ്പോൾ ഇവിടെ tan inverse x plus tan inverse y ആ ഫോമിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഒന്നും കൂടി അപ്ലൈ ചെയ്യണം. So tan inverse of 4 by 3 x plus y
So 4 by 3 plus 1 by 7 divided by 1 minus xy. 1 minus 4 by 3, 1 by 7. That's equal to tan inverse of 3 into 7 is 21. 4 into 7, 28 plus 3 divided by 21 minus 4 divided by 21. 21 cancel ചെയ്തു പോകും. Tan inverse of 28 plus 3 is 31. 21 minus 4 is 17. So tan inverse of 31 divided by 17. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ വരുന്ന 6 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. അതിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസും പ്രോബ്ലംസും നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്ന കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.